അതേണ്ട എന്തോ ഇന്ന് പരിപാടി? ഇച്ചിരി കുടംപുളി കിട്ടി. അത് ഉടച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം. ആ ഉണക്കിയിട്ട് അത് പുകയിലിടണം. ഇത് ഇന്നലെ പുകയിൽ വെച്ചതാ. ഇത് ഇന്നലെ പുകയെ വെച്ചതാ. വെച്ചത് ആ പുകയെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുക ഇത് വെക്കുമ്പോൾ അടുപ്പിന്റെ മുകളിൽ ഒരു തട്ട് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഇരുണ്ട നിറം വരും. കണ്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള കുടംപുളിയാണ്. അതേണ്ട എന്തോ ഇന്ന് പരിപാടി? ഇച്ചിരി കുടംപുളി കിട്ടി. ഇച്ചിരി കുടംപുളി കിട്ടിയല്ലേ? ആ കുടംപുളി എന്ത് ചെയ്യാൻ പോവാ? അത് ഉടച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കിയിട്ട് അത് പുകയിലിടണം. പുകയിലിട്ട് പുക കൊള്ളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കും. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കുടംപുളി ആവും അല്ലേ? കുടംപുളി ആവും. എന്നിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ പുരട്ടി മൺഭരണിയിൽ വെക്കും അല്ലേ? അടുക്കി വെച്ചാൽ വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഒരു കുഴപ്പം വരത്തില്ല. അത് നമുക്കൊന്ന് കാണാം അത് ചെയ്യുന്നത്. ഇത് കണ്ടേ, അടിപൊളി കുടംപുളിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ട് അത് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കേട് കൂടാതെ നമുക്ക് പുളിയാക്കി എടുക്കാൻ പറ്റും. പുളി രണ്ട് സൈസ് ഉണ്ട്. രണ്ട് സൈസ് ഉണ്ട്. രണ്ട് സൈസ് പുളിയുണ്ട്. അതേതൊക്കെ സൈസാ വരുന്നത്? വരിക്കപ്പുളിയുണ്ട്, വരിക്കയും കൂഴിയുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന ഏതാ? ഇത് വരിക്കയുണ്ട്, കൂഴിയുണ്ട്, രണ്ട് മിക്സ്ഡാ. വരിക്കയും കൂഴിയുണ്ട് അല്ലേ? അപ്പോൾ ഈ കുടംപുളി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ കുടംപുളി കുടത്തിലാണ് സൂക്ഷിക്കുന്നത്. ഒപ്പം നമ്മുടെ ഈ തോട്ടിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും ഈ മരം ഉള്ളത്. അതിങ്ങനെ തോട്ടുപുളി എന്നും പറയും, കുടംപുളി എന്നും പറയും, രണ്ട് പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ഭരണിക്കകത്താണേ. ഈ ഭരണിക്കകത്ത് ഇങ്ങനെ ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നു.